ജീസസ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാം തിരുലിഖിതം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ഉദാസീനത അരുത് എന്നതിനെക്കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം, മകനെ, നീ രോഗിയായിരിക്കുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. മകനെ, നീ രോഗിയായിരിക്കുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ഈ നിമിഷങ്ങളിൽ ഓരോ കാര്യങ്ങളിൽ വ്യഗ്രചിത്തരായിരിക്കുന്ന എല്ലാവരും തങ്ങളുടെ ഹൃദയങ്ങളെ ജീവിക്കുന്ന ഏക സത്യ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. ഈ വചനപ്രഘോഷണ നിമിഷങ്ങളിൽ സ്വർഗത്തിൻ്റെ അത്ഭുതമായൊരു അഭിഷേക ശക്തി ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്താൻ തക്കവണ്ണം വ്യാപരിക്കുകയാണ്. ഇതാ വിശുദ്ധ ലിഖിതം 147-ാം സങ്കീർത്തനത്തിൽ 15-ാം തിരുലിഖിതത്തിൽ പ്രഖ്യാപിക്കുന്നു, അവിടുന്ന് തൻ്റെ കൽപ്പനകൾ അയക്കുന്നു, അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ പങ്കുചേർന്നപ്പോൾ സർവശക്തമായ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ അനേകം കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അമേരിക്കയിലുള്ള ന്യൂ ജേഴ്സിയിൽ നിന്നാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ പേര് ബ്ലസ്സി. ഞാൻ കുടുംബമായി ന്യൂ ജേഴ്സിയിൽ താമസിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നൽകിയ ഒരു വലിയ വിടുതൽ മറ്റുള്ളവരുമായി പങ്കുവെക്കാനാണ് ഞാനത് എഴുതുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായി ഒരു പുതിയ വീട് വാങ്ങാനായി കാത്തിരിക്കുകയായിരുന്നു. ബാങ്കിൽ പണമുണ്ട്, പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീട് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു വീട് കണ്ടു, ഇഷ്ടപ്പെട്ടു, വിലയും പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നതിലും $70,000 കൂടുതലാണ് അതിൻ്റെ ഓണർ ചോദിക്കുന്നത്. അത്രയും ഡോളർ കൊടുക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ സാധിക്കുന്ന അവസ്ഥയായിരുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, 7 ആഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് ഭവനം ലഭിക്കാനുള്ള തടസ്സങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ തുടർച്ചയായി അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് 7 ആഴ്ച ദൈവവചനം കേട്ട് ഒരു ഭവനം ലഭിക്കാനുള്ള തടസ്സങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, കൃത്യം 7-ാമത്തെ ആഴ്ച ഓണർ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ ആ വീട് ഞങ്ങൾക്ക് തന്നു. ഇത്ര പ്രകടമായി ഇടപെട്ട കർത്താവിനെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്തുതിച്ച് ആരാധിക്കുന്നു. യേശുവിന് 1000 സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിന്തിച്ച് നോക്കുക. ഒരു വീട് വാങ്ങാൻ 2 വർഷമായി പരിശ്രമിക്കുകയാണ്, സാധിക്കുന്നില്ല. അവസാനം ഒരു വീട് കണ്ടു, പക്ഷെ വില കൊണ്ട് ഒക്കുന്നില്ല. ഒന്നൊക്കുമ്പോൾ ഒന്നൊക്കെയല്ല, ഈ വിധ തടസ്സങ്ങളും പ്രതികൂലങ്ങളും. പക്ഷേ അവർ ഭഗ്നാശരായില്ല, അവർ ഉദാസീനരായില്ല. അപ്പോൾ അവരുടെ വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞു, നിങ്ങൾ 7 ആഴ്ച വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ വിട്ടുമാറും. അവർ പരിശ്രമിച്ചു. 7 ആഴ്ച, 7-ാമത്തെ ആഴ്ച അവരുടെ കുടുംബത്തിൽ അത്ഭുതം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉദാസീനനാകാതെ അധ്വാനിച്ച ഒരു കുടുംബത്തിൽ ദൈവം ഇടപെട്ടതിനെ കുറിച്ച് ഇവർ നമ്മളോട് രേഖപ്പെടുത്തുകയാണ്. 2 കരങ്ങൾ ഉയർത്തിയപ്പോൾ എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ മഹത്വത്തിൻ്റെ രാജാവേ,
ഈ സമൂഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും കുടുംബങ്ങളുടെ മേലും ഇടപെടണമേ കർത്താവേ. അനേകായിരം കണക്കിന് വേദനകളോടുകൂടി അനേക തരത്തിലുള്ള നിയോഗങ്ങളോടുകൂടി ഇതാ ദൈവമക്കൾ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ നാമം വിളിക്കുകയാണ്. പിതാവേ, യേശുവിന്റെ മഹത്വത്തിന് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ. ഈ സമൂഹത്തിൽ ദൈവവചനം കേൾക്കാൻ തടസ്സപ്പെട്ടിരിക്കുന്നവരുടെ തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിലെ 9-ാം തിരുലിഖിതം, മകനെ, രോഗിയായിരിക്കുമ്പോൾ ഉദാസീനനാകാതെ നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ അവർ അനുഗ്രഹം പ്രാപിക്കാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഉദാസീനതയാണ്. ഉദാസീനത ആത്മീയ മണ്ഡലത്തിൽ വലിയൊരു തിന്മയാണ്. ഉദാസീനത. അവരെന്താ ചിന്തിക്കുന്നത്? ഓ, ഇത്രയൊക്കെ നോക്കി നടന്നിട്ടില്ല, ഇനി ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, ഇനി ഇത് നടക്കാൻ പോണില്ല. അവരുടെ മനസ്സ് ഇടിയുകയാണ്. അവരുടെ പ്രത്യാശയുടെ മേഖലകളിൽ അവർക്ക് ക്ഷതമേൽക്കുകയാണ്. അതുകൊണ്ട് അവർ പ്രത്യാശ നഷ്ടപ്പെട്ട് മനസ്സിടിഞ്ഞ് ഉത്സാഹം നശിച്ച് ഇതാ ഉൾവലിഞ്ഞു പോകുന്ന സാഹചര്യമാണ്. എന്നാൽ പ്രത്യാശ എന്ന ഒരു ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എത്രമാത്രം പ്രതികൂലമാണെങ്കിലും ആ പ്രതികൂലത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവശക്തി ഇറക്കുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടും. പ്രതികൂലത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവശക്തി ഇറക്കാൻ നമ്മളെ പര്യാപ്തരാക്കുന്നതാണ് പ്രത്യാശ എന്ന ദൈവിക സുഹൃതം. പ്രത്യാശ, പ്രത്യാശ ഇത് ദൈവം തരുന്നൊരു സുഹൃതമാണ്. ഇത് ദൈവം തരുന്ന ദാനമാണ്. റോമാലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം, റോമർ 5:5, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അച്ഛൻ ന്യൂസിലൻഡ് ദേശത്ത് ഹാമിൽട്ടൺ പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോയി. അവിടെ ഉണ്ടായ ഒരാളുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ സാക്ഷ്യം ഞാൻ എഴുതി അട്ടപ്പാടിയിലേക്ക് അയക്കുന്നത്. എൻ്റെ പേര് മരിയ. 2011 ജനുവരിയിൽ ന്യൂസിലൻഡിലെ ഹാമിൽട്ടണിൽ വെച്ച് അച്ഛൻ നടത്തിയ ധ്യാനത്തിൽ സംബന്ധിക്കാൻ ദൈവം അനുഗ്രഹിച്ച ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ. എൻ്റെ മകളും ഭർത്താവും കുടുംബമായി ഹാമിൽട്ടണിൽ താമസിക്കുന്നു. ഞാൻ എറണാകുളത്ത് നിന്ന് കുറച്ച് ദിവസത്തേക്ക് അവരുടെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് അച്ഛൻ്റെ ധ്യാനം അവിടെ നടക്കുന്നത് കണ്ടത്. നേരത്തെ തന്നെ അച്ഛൻ്റെ ധ്യാനത്തിൽ കൂടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ വളരെ പ്രത്യാശയോടെ എൻ്റെ മകളെയും ഭർത്താവിനെയും ആ ധ്യാനത്തിന് പോകാൻ നിർബന്ധിച്ചു. എൻ്റെ മകളുടെ ഭർത്താവ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരവേ 2009 മാർച്ച് മാസത്തിൽ ഒരു കേസിൽ പെടാനിടയായി. പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് FIR തയ്യാറാക്കി കോടതിയിലേക്ക് വിട്ടു. FIR-ൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കേസ് വിധി വന്നാൽ 7 വർഷം കഠിന തടവും $1,00,000 പിഴയും അടയ്ക്കാൻ എൻ്റെ മകളുടെ ഭർത്താവ് ബാധ്യസ്ഥനാണ്. ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റമായിരുന്നു അത്. അന്യരാജ്യത്ത് വെച്ച് ഇങ്ങനെ ഒരു കേസിൽ പെട്ടുപോയതിൽ നിരാശ പൂണ്ട് വേദനിച്ച് കഴിയുകയായിരുന്നു എൻ്റെ മകളുടെ ഭർത്താവ്. ഈ നിരാശ മൂത്ത് അവൻ മദ്യപാനത്തിൽ പെട്ടു. അവൻ്റെ പ്രാർത്ഥന നശിച്ചു. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു. ഈ സമയത്താണ് അച്ഛൻ്റെ ധ്യാനം ഹാമിൽട്ടണിൽ വരുന്നത്. എനിക്ക് ഈ ധ്യാനത്തെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് ഞാൻ മകളെയും ഭർത്താവിനെയും നിർബന്ധിച്ച് ആ ദിവസം ലീവ് എടുപ്പിച്ച് ധ്യാനത്തിന് കൊണ്ടുവന്നു. ദൈവം ഇടപെടുമെന്ന് പറഞ്ഞു. ധ്യാനത്തിൽ വെച്ച് ഇങ്ങനെയുള്ള പ്രശ്നത്തിലിരിക്കുന്നവർ ഉദാസീനരാകാതെ ആ പ്രശ്നത്തിൻ്റെ കെട്ടുകൾ അഴിയുന്നതിന് വേണ്ടി കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിക്കാൻ നിർദ്ദേശം ലഭിച്ചു. അതനുസരിച്ച് കേസിൻ്റെ വിധി വരുന്നത് വരെ ഡെയിലി കുരിശിൻ്റെ വഴി നടത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു. 2011 മാർച്ച് മാസം അവസാനം മകനെ വെറുതെ വിട്ടുകൊണ്ട് കേസിൻ്റെ വിധി വന്നു. ദൈവം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചൊരു അനുഭവം. ഈ ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ മദ്യപാനത്തിനും പുകവലിക്കും സമാധാനക്കേടിനും അടിമയായിരുന്നു എൻ്റെ മകളുടെ ഭർത്താവ്. പ്രാർത്ഥിക്കുന്ന ശീലമേ ഉണ്ടായിരുന്നില്ല.
കൈവപ്പ് പ്രാർത്ഥനയുടെ സമയത്ത് ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ ശിരസിൽ കൈകൾ വെച്ചു. അന്ന് തൊട്ട് എൻ്റെ മകളുടെ ഭവനത്തിൽ മദ്യപാനമോ പുകവലിയോ പിന്നെ ഉണ്ടായിട്ടില്ല. ഇന്ന് ആ ഭവനം പ്രാർത്ഥനയുടെ ഭവനമായി മാറിയിരിക്കുന്നു. മകൻ പിന്നീട് ഇന്ന് വരെ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്തിട്ടില്ല. യേശുവിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, 2009 ആരംഭിച്ച കേസാണിത്. വർഷങ്ങൾ 1-2 വർഷം കഴിഞ്ഞു. നിരാശ, മനപ്രയാസം, സമാധാനക്കേട്, പ്രാർത്ഥനയില്ലായ്മ, മദ്യപാനം, പുകവലി, അന്ധകാരങ്ങളെല്ലാം കൂടെ കൂടി കട്ട പിടിച്ച്, പക്ഷേ ദൈവിക പ്രത്യാശ ഒരു ദാനമായി കർത്താവ് അവർക്ക് കൊടുത്ത് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക, ദൈവം ഇടപെടും. ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു നിർദ്ദേശം പരിശുദ്ധാത്മാവ് കൊടുത്തു. ധ്യാനത്തിൽ വെച്ച് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവം പ്രത്യാശ എന്നൊരു ദാനം അവർക്ക് കൊടുത്തു. അവർ പ്രത്യാശിച്ച് ഉദാസീനത വിട്ടുപോയി. ഡെയിലി ആ കുടുംബത്തിൽ കുരിശിൻ്റെ വഴി നടന്നു. 2011 മാർച്ച് മാസത്തിൽ വിധി വരുന്നത് വരെ കുരിശിൻ്റെ വഴി മുടങ്ങാതെ അവർ ചൊല്ലിക്കൊണ്ടിരുന്നു. അവർ പറയുകയാണ്, ഇതാ വെറുതെ വിട്ടുകൊണ്ട് ആ കേസിൽ നിന്ന് ദൈവം അവരെ ഊരിയെടുത്ത് രക്ഷിച്ചു. $1 ലക്ഷം പിഴയടക്കേണ്ട കേസാണത്. ദൈവം വെറുതെ വിട്ട്. എന്തായാലും ആ കുടുംബം അറിയിച്ച കാര്യം ശ്രദ്ധിച്ചോ? പിന്നീട് ഇന്ന് വരെ ആ ധ്യാനം കൂടി അന്ന് കർത്താവിന് സമർപ്പിച്ച അന്ന് തൊട്ട്, പ്രത്യാശ എന്ന ദാനം ലഭിച്ച അന്ന് തൊട്ട് മദ്യപാനം നിന്നു, പുകവലി നിന്നു, പ്രാർത്ഥന ആരംഭിച്ചു, സമാധാനം ഉണ്ടായി, തമ്മിൽ നമ്മൾ വഴക്ക് നിന്നു, ശോഭിക്കൽ പൊട്ടിത്തെറിക്കൽ നിന്നു, വലിയ വിടുതൽ കുടുംബത്തിൽ അരങ്ങേറാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത്, മനസ്സ് തളരരുത്, പ്രത്യാശിക്കണം. മകനെ രോഗിയായിരിക്കുമ്പോൾ, ഒരു കാര്യം തകർന്നിരിക്കുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, പരാജയം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ, ഒരു കേസിൽ പെടുമ്പോൾ, ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ, പ്രൊമോഷൻ തടയപ്പെടുമ്പോൾ, ശത്രുക്കൾ ഉയരുമ്പോൾ നീ മനസ്സിടിഞ്ഞ് നിരാശയിലേക്ക് പോകരുത്. ഉദാസീനനാകാതെ നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇതുപോലെ പ്രാർത്ഥിച്ച പലരുടെ അനുഭവങ്ങൾ കർത്താവ് ഇടപെടും എന്നതിന് സാക്ഷ്യം നൽകുന്നില്ലേ? 1-2 പേരുടെ അനുഭവങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. എൻ്റെ പേര് ഷീജ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. കൊച്ചിയിലെ ചെറുപ്പത്തിലൊന്ന് വീണതാ. 23 വർഷമായിട്ട് നടുവേദനയായിട്ട്. ഞങ്ങൾ UK-യിലാണ് ജോലി ചെയ്യുന്നത്. 23 വർഷമായ നടുവേദന. അപ്പോൾ ഒരു പാർട്ട് ടൈം ജോലിയും കൂടെ ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ നടുവേദന ആയത് കാരണം പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റിയില്ല. സൈക്കിളിന് വേണം പോവാൻ. അപ്പോൾ പാർട്ട് ടൈം ജോലിയൊന്നും ചെയ്യാതെ ഒരു ചെറിയ ജോലി കൊണ്ട് മാത്രം ജീവിക്കുമായിരുന്നു. കഴിഞ്ഞ നവംബറിൽ അച്ഛൻ്റെ ധ്യാനം കൂടി ഞങ്ങളവിടെ. കഴിഞ്ഞ നവംബറിൽ അട്ടപ്പാടിയിൽ നമ്മൾ പോയിട്ട് നമ്മുടെ സെക്യൂൺ ടീം മാഞ്ചസ്റ്ററിലൊരു ധ്യാനം ഉണ്ടായിരുന്നു. അതിലിവർ കൂടി. അന്ന് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ബ്രദർ ഇവിടെ വേദനയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ആ ഹസ്ബൻഡ് പറഞ്ഞു ശരി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് വിശ്വാസമില്ല അത് ദൈവം സുഖപ്പെടുത്തിയെന്ന്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എടി എനിക്ക് നടുവേദനയില്ല. അത് പിറ്റേ ദിവസം മുതൽ സൈക്കിളിനാണ് 50 മിനിറ്റ് അങ്ങോട്ടും 50 മിനിറ്റ് ഇങ്ങോട്ടും ചവിട്ടി വരും, ഒരു കുഴപ്പവും ഇല്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ വേഗം പോയി സാക്ഷ്യം പറയണം, കാരണം എൻ്റെ കൂട്ടത്തിൽ ഹസ്ബൻഡ് വന്നിട്ടില്ല, ലീവ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നതാണ്. സാക്ഷ്യം പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.